മറ്റൊരു വാർത്ത നോക്കാം. സ്വകാര്യ സർവകലാശാല ബില്ലിൽ എതിർപ്പ് തുടർന്ന് ഇടത് അധ്യാപക സംഘടനകളുമായോ സിൻഡിക്കേറ്റുകളുമായോ ചർച്ച ചെയ്യാതെ വൻ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സർക്കാർ നീക്കത്തിനെതിരെയാണ് എതിർപ്പുയരുന്നത്. എതിർപ്പുകളെ മെരുക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഫലമുണ്ടാകുന്നില്ല. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സ്വകാര്യ സർവകലാശാല നിയമ ഭേദഗതിയുമായി മുന്നോട്ട് തന്നെയാണ് സർക്കാർ പോകുന്നത്. പക്ഷേ ഇടത് അധ്യാപക സംഘടനകളിൽ നിന്നടക്കം എതിർപ്പ് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് പ്രതിരോധിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് കിണഞ്ഞ പരിശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് ഫലവത്താകുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും ഇതിൽ വ്യത്യസ്ത അഭിപ്രായം വരാതിരിക്കാൻ സർക്കാരിന് ഒരു കൃത്യമായ പ്രതിരോധം സൃഷ്ടിച്ചേ മതിയാകുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എങ്ങനെയാണ് നടത്തുന്നത്? കാരണം മാർച്ച് 3-ാം തീയതി നിയമസഭയിൽ ബിൽ അവതരിപ്പിക്കാനാണ് പദ്ധതി എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ വലിയ എതിർപ്പ് പ്രത്യേകിച്ച് ഇടത് സർവീസ് സംഘടനകളിൽ നിന്ന് തന്നെ സ്വകാര്യ സർവകലാശാല സ്ഥാപനത്തിനും അതോടൊപ്പം തന്നെ സർവകലാശാല ഭേദഗതി നിയമങ്ങൾക്കുമൊക്കെ എതിരെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-ന്റെ തന്നെ സംഘടനകൾ ഇതിനെതിരെ നിലപാട് കടുപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും സവിശേഷമായി എടുത്തു പറയേണ്ടത്. കാരണം കൃത്യമായ ഒരു ചർച്ചകളും ഈ പറയുന്ന സംഘടനകളുമായി നടന്നിട്ടില്ല എന്നുള്ളതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. സർവീസ് സംഘടനകളുമായിട്ടോ അധ്യാപക സംഘടനകളുമായിട്ടോ അതോടൊപ്പം തന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുമായിട്ടോ ഒന്നും ഈ വിഷയം ആദ്യഘട്ടത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും സർക്കാരോ പാർട്ടിയോ തയ്യാറായിട്ടില്ല എന്നുള്ളത് ഈ സംഘടനകളെല്ലാം പ്രകോപിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സിൻഡിക്കേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾ പൂർണ്ണമായും നിയമപരമായിട്ടുള്ള ചില നിയന്ത്രണങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ തങ്ങളുടെ സംഘടനാ സ്വാതന്ത്ര്യം അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നത്. പ്രത്യേകിച്ച് സർവകലാശാലകളിലെ പ്രവർത്തന സ്വാതന്ത്ര്യം, അവിടെയുള്ള സിൻഡിക്കേറ്റ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് എത്രത്തോളം ഇടപെടാൻ കഴിയുമെന്നുള്ള കാര്യം, അക്കാഡമിക്കായിട്ടുള്ള വിഷയങ്ങളിൽ ഈ സംഘടനകൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ഒരു സ്വാതന്ത്ര്യം, ഇതെല്ലാം നഷ്ടമാകുമെന്നുള്ളൊരു ആശങ്ക ഈ സംഘടനകൾക്കെല്ലാം ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്ത് കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ടിറങ്ങി ഈ എതിർപ്പുകളെയൊക്കെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിക്കുന്നത്. പക്ഷേ അത് കാര്യമായ ഒരു ഫലം കാണുന്ന സാഹചര്യമില്ല. ഒരുപക്ഷെ ഒരു തുറന്നുള്ള അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യം നിലനിൽക്കുന്ന, ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കുന്നു. നേരത്തെ തന്നെ CPIയുടെ സംഘടനകൾ ഇപ്പോൾ തന്നെ ഈ വിവാദമായിരിക്കുന്ന ഭേദഗതികൾക്കെതിരെ രംഗത്ത് വന്നൊരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് AISF ഒക്കെ സ്വകാര്യ സർവകലാശാല സ്ഥാപന ബില്ലിനെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. സമാനമായ നിലപാടുമായി CPM സംഘടനകൾ കൂടി പരസ്യ നിലപാട് സ്വീകരിച്ചാൽ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ തന്നെ പല വിഷയങ്ങളിലും സർക്കാർ സ്വീകരിക്കുന്ന നിലപാടിനോട് ഇടത് സംഘടനകൾക്ക് വലിയ എതിർപ്പുണ്ട്. പ്രത്യേകിച്ച് ശമ്പളമടക്കമുള്ള കാര്യങ്ങളിൽ, പങ്കാളിത്ത പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്ന മെല്ലെപ്പോക്ക്, ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതീക്ഷിച്ച പ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെ വലിയ വിമർശനങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പുതിയ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കൂടി ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുന്നത്. രോഹിണി. ശരി പ്രജിത്ത്, സ്വകാര്യ സർവകലാശാല ബില്ലിൽ ഇടത് സംഘടനകളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്ന പശ്ചാത്തലം തന്നെയാണ് കാണുന്നത്.